അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ പരിപാടി നമ്മളെ വീട്ടിലുള്ള കുറച്ച് ബോട്ടിൽസും കുറച്ച് എന്താ പറയുക ബിയർ ക്യാൻസും ഉണ്ട്. അത് കൊണ്ടുപോയി നമ്മളൊരു കൗണ്ടറിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ അതിന് പ്രൊവിഷൻ വാങ്ങാൻ പോവുകയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വന്നേക്കണ ഐക്ക എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ സ്റ്റോറിൻ്റെ കൗണ്ടറിലാണ്. ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് ഈ ഹോൾ വഴിയാണ് നമ്മൾ ഇത് ഓരോന്ന് ഇടേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാടുണ്ട് ലിഡിൽ അല്ലെങ്കിൽ എന്താ പറയുന്ന കൂപ്പ് എന്നങ്ങനെ ഒരുപാട് സെൻറ്ററിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. ഇത് നമ്മൾ ഇവിടെ വന്നേക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽസ് ഓരോന്നായിട്ട് ബിയർ ബോട്ടിൽസ് ആയാലും എന്താ പറയുക നമ്മുടെ വാട്ടർ ബോട്ടിൽ ക്യാൻസൽ ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് 1 ക്രോൺസ് ആണോ അല്ലെങ്കിൽ 2 ക്രോൺസ് ആണോ. നമ്മുടെ നാട്ടിലെ പോലെ 1 രൂപ 2 രൂപ എന്ന രീതിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ. അപ്പോൾ ഡാമേജസ് ആയിട്ടുള്ള ബോട്ടിൽസ് ആണെങ്കിൽ അവർ നമുക്കത് ഇടുമ്പോൾ തന്നെ അത് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അവർ അതെടുക്കത്തില്ല. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഇടുന്ന അനുസരിച്ചിട്ട് ആ മോണിറ്ററിൽ നമ്മുടെ പൈസ നമുക്ക് കാണിക്കേണ്ട. ഈ ബോട്ടിൽ ചെറിയ ഡാമേജ് ഉണ്ട്, കാരണം തിരിച്ചിങ്ങോട്ട് വന്നു കേട്ടോ. ചിലപ്പോൾ വെള്ളമുള്ളതുകൊണ്ടായിരിക്കും, കുറച്ച് വെള്ളമുണ്ട്. ബാക്കി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ ഒരു ചിറ്റപ്പൻ കാര്യമായിട്ട് ബോട്ടിൽസ് ഇട്ടിട്ടിരിക്കുകയാണ്. പുള്ളി ഏകദേശം ഒരു 500 ക്രോൺസിനുള്ള ബോട്ടിൽസ് ഓൾറെഡി ഇട്ടു. പക്ഷേ ഇനിയും ബോട്ടിൽസ് ഇരിപ്പുണ്ട്. നമുക്ക് കാണാം ഏകദേശം 500 ഇട്ട് പുള്ളി ലോഡിങ് ആണ്. അപ്പോൾ ഒരു ബൾക്കായിട്ട് നമുക്ക് കൊണ്ടുവന്നിടാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇട്ട് നമുക്ക് ഏകദേശം 67 ക്രോൺസിനുള്ള ബോട്ടിൽസ് നമുക്കുണ്ടായിരുന്നു. ബോട്ടിൽസും ക്യാൻസും നമുക്കുണ്ട്. അത് നമ്മളെടുത്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഡൊണേഷനായിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മേടിച്ച് റെസിപ്റ്റായിട്ട് കിട്ടും. ഈ റെസിപ്റ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രൊവിഷൻ വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്കിത് അപ്പോൾ ഇനി ഈ റെസിപ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ഓരോന്നായിട്ട് പതുക്കെ ബില്ലടിച്ച് കഴിയുമ്പോഴേക്കും ഈ നമ്മൾ കിട്ടിയിരിക്കുന്ന റെസിപ്റ്റ് നമ്മൾ ഈ കൗണ്ടറിൽ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ആ പൈസ അത് കുറച്ചിട്ട് നമുക്ക് ബാക്കി എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം അടിച്ചിട്ടിരിക്കുകയാണ്, സ്റ്റിൽ കഴിഞ്ഞിട്ടില്ല. 308 ക്രോൺസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് കൊടുത്തു. അപ്പോൾ അത് ഡിസ്കൗണ്ട് ചെയ്ത് 241 ക്രോൺസ്, അതായത് 241 രൂപ മാത്രം കൊടുത്താൽ മതി. അത് ആ റെസിപ്റ്റ് കാണിച്ചാൽ മാത്രമേ ഈ ഡോർ തുറയുള്ളൂ. അപ്പോൾ ഡോർ തുറന്നു കഴിഞ്ഞു പരിപാടി.